ഞാൻ ഡോക്ടർ MP മണി, ഒരു പഴയകാല ശാസ്ത്ര സാഹിത്യ പ്രവർത്തകനാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ വോട്ടെടുപ്പിന്. സർവോത്തര രാഷ്ട്രീയമാണ്. റോഡിലിറങ്ങിയാൽ രാഷ്ട്രീയം, പത്രം തുറന്നാൽ രാഷ്ട്രീയം, TV തുറന്നാൽ രാഷ്ട്രീയം, സർവോത്തര രാഷ്ട്രീയമാണ്. കാണുന്നതും കേൾക്കുന്നതും എല്ലാം രാഷ്ട്രീയമാണ്. ആദ്യമേ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു വിഷയം കൈകാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആ വിഷയം പഠിച്ചിരിക്കണം. പഠിച്ചിട്ടേ കൈകാര്യം ചെയ്യാം. നിറയെ യാത്രക്കാരുമായി ഉള്ളൊരു ബസ് ഡ്രൈവിംഗ് പഠിക്കാത്ത ഒരാൾ കൈകാര്യം ചെയ്തതിൽ എന്താവും ഉണ്ടാവുക നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വലിയൊരു ദുരന്തമാവും. നമ്മുടെ രാഷ്ട്രീയ രംഗത്തും ഇതാ സ്ഥിതി. രാഷ്ട്രീയമെന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. അതൊരുപാട് പഠിക്കാനുണ്ട്. ഇത് പഠിക്കാത്തവരാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ബഹുഭൂരിപക്ഷം പേരും. അതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ കേരളത്തിൽ. ഈ രാഷ്ട്രീയം പ്രവർത്തനം എന്താണ് എന്ന് ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. എല്ലാവരും പറയും രാഷ്ട്രീയ പ്രവർത്തനം തന്നെ, രാഷ്ട്രീയം തന്നെ, രാഷ്ട്രത്തെ സംബന്ധിച്ച പ്രവർത്തനം. നിനക്ക് എന്തൊക്കെ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും വരും. പ്രത്യയശാസ്ത്ര പാഠങ്ങളിൽ പറയുന്നത് നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന് പരിഹാരം കാണുകയുമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതാണ്. ഇത് പഠിച്ചാലല്ലേ അത് പറയാൻ പറ്റൂ. വേറൊരു കാര്യം പറയുന്നത്, ഞാൻ അന്ധമായോ അല്ലാതെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതേ അവകാശവും സ്വാതന്ത്ര്യവും മറ്റ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട്. അത് ചോദ്യം ചെയ്യാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല, വെല്ലുവിളിക്കാൻ പാടില്ല, ശാരീരികമായി കൈകാര്യം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പ്രത്യയശാസ്ത്ര പാഠങ്ങളിലെ മര്യാദകൾ പറയുന്നതാണ്. പക്ഷെ ഇതൊന്നുമല്ല, പ്രത്യയശാസ്ത്ര പാഠങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾ കാണുകയും കേൾക്കുകയും ഇവിടെ ചെയ്യുന്നത്. ഇവിടെ രാഷ്ട്രീയ നേതാക്കളിപ്പം മുഴുവൻ പരസ്പരം വെല്ലുവിളികളാണ്. നമ്മളിപ്പോൾ അതല്ലേ മുഴുവൻ കാണുന്നത്, വെല്ലുവിളികളാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇവിടെ ആരുമില്ല. എല്ലാവരും വലിയ വായിൽ പറയുന്നത് വികസനമാണ്. ഇവിടെ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് രണ്ടുപേര് വന്നു അവരുടെ അഭ്യർത്ഥന തരാൻ. അപ്പം ഞാൻ ചോദിച്ചു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളാരും ചർച്ച ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞങ്ങൾ വികസനമല്ലേ ചർച്ച ചെയ്യുന്നത്. അപ്പം ചോദിച്ചു, എന്താ വികസനം? വികസനം എന്ന് വെച്ചാൽ വികസനം തന്നെ, ഗംഭീരമായില്ലേ. അവരൊക്കെ പോയി. അപ്പോൾ പ്രത്യയശാസ്ത്ര പാഠങ്ങളിൽ പറയുന്ന വികസനം, അതിൻ്റെ ആദ്യ ഭാഗമെന്ന് പറയുന്നത് പട്ടിണി ഇല്ലാതാക്കുക എന്നാണ്. എല്ലാവർക്കും കഴിക്കാനുള്ള ആഹാരം ലഭിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. ജീവിക്കാനുള്ള അവകാശം എന്നാണ് ഏറ്റവും വലിയ അവകാശം. അങ്ങനെ ആ അവകാശം ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഇവന് ആഹാരം കിട്ടണം, മിനിമം ആഹാരമെങ്കിലും കിട്ടണം, നമ്പർ 1. അപ്പോൾ ഈ ആഹാരം എങ്ങനെ ലഭ്യമാക്കണം എന്നുള്ള ഒരു പാഠത്തിൽ പറയുന്നത്, ഓരോ പ്രദേശത്തും അതാത് പ്രദേശത്തേക്ക് വേണ്ട ആഹാരങ്ങൾ ആ പ്രദേശത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മുടെ പാടശേഖരം മുഴുവൻ തരിശായി കിടക്കുക ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും. അപ്പോൾ അതങ്ങനെ പോയി. അടുത്ത അവകാശം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ഈ വിദ്യാഭ്യാസം നമ്മുടെ സാംസ്കാരിക പുരോഗതിക്ക് വളരെ ആവശ്യമായ ഘടകമാണ്. അത് സൗജന്യമായി ലഭിക്കണം, അത് എല്ലാവർക്കും കിട്ടണം. അതാണ് അടുത്തൊരു ഭാഗം. അത് കാരണം വിദ്യാഭ്യാസ ആരോഗ്യം ജനങ്ങളുടെ അവകാശമാണ്. അത് ജനങ്ങളും പറയില്ല, സർക്കാരും പറയില്ല. സൗജന്യമായി കൊടുക്കേണ്ട ഒരു സംവിധാനമാണ്. അടുത്തത് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ തൊഴിലുണ്ടാകണം. അപ്പോൾ എല്ലാവർക്കൊന്നും തൊഴിൽ കൊടുക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കഴിയില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അവർ സ്വയം തൊഴിൽ ചെയ്യാനെങ്കിലും അവകാശമുണ്ട്, അത് നൽകണം. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്കും അവരെന്തെങ്കിലും തൊഴിൽ കിട്ടിയില്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യാനുള്ളൊരു പാഠം പഠിച്ചിരിക്കണം. പാഠ്യപദ്ധതിയിൽ അതും കൂടെ വേണം. അപ്പോൾ സ്വയം തൊഴിൽ ചെയ്യാൻ ഇറങ്ങിയാൽ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിനും സാധ്യത കുറവാണ്. ഒരു ഹോട്ടൽ തുടങ്ങിയാൽ പോലും ഇവിടെ പിന്നെ ഉദ്യോഗസ്ഥർ കയറി ഇറക്കി ആകെ ഒരു ബഹളമാണ്. ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. ഒരു ഓട്ടോറിക്ഷ ഒരാൾ ഓടിക്കണമെങ്കിൽ ഒരുപാട് ഉദ്യോഗസ്ഥരെ പേടിച്ചിട്ട് വേണം അവരാ ജോലി ചെയ്യാൻ. അപ്പോൾ അതൊരു ഏറ്റവും വലിയൊരു വിഷയമാണ്. ഇവിടെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ പോയിട്ട് ആത്മഹത്യ ചെയ്ത വലിയ വലിയ ആൾക്കാരുണ്ട്. എന്തേ സംഭവിച്ച് ഈ ചുവപ്പ് നാട എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ചുവപ്പ് നാടയിലാണ് പലപ്പോഴും. അത് പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണല്ലോ നമ്മുടെ വിദ്യാസമ്പന്നർ മുഴുവൻ ഈ രാജ്യം വീടാണ്. ഇപ്പോൾ അതിനാണ് അവർക്ക് ഇവിടെ നിൽക്കണമെന്ന് താല്പര്യമില്ല. അതങ്ങനെ ഒന്ന്.
ഇത് കഴിഞ്ഞാൽ, ഈ തൊഴിൽ കഴിഞ്ഞാൽ അടുത്തത് ആരോഗ്യമാണ്. ഈ ആരോഗ്യമെന്ന് പറയുന്നത് പൗരാവകാശമാണ്. അത് സൗജന്യമായി കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്, ഒരാൾ ആശുപത്രി കയറി കഴിഞ്ഞാൽ പലപ്പോഴും കിടപ്പാടം വെക്കേണ്ട അവസ്ഥയിലാണ് അവസാനം എത്തിച്ചേരുന്നത്. ഈ വിശിഷ്ട വ്യക്തികളൊക്കെ രോഗം വന്നാൽ നേരെ അമേരിക്കയിലേക്ക് പോകും. എത്ര ലക്ഷങ്ങൾ ചിലവായാലും അവർക്കത് വിഷയമല്ല, ജനങ്ങളുടെ കാശിൽ നിന്ന് കൊടുക്കും. ഇവിടെ ഈ വൈദ്യശാസ്ത്ര രംഗം ശാസ്ത്രീയമായി കൈകാര്യം ചെയ്താൽ ഇവിടെ എല്ലാവർക്കും സൗജന്യമായി ചികിത്സ കൊടുക്കാം. അതിലാദ്യം ചെയ്യേണ്ടത് ഈ വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും പുതിയ അറിവുകൾ ഇവിടെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ നമ്മുടെ കേരളത്തിലില്ല. ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ്, 74 പാസ്സായതാണ്. ഞാനൊരു പുതിയ വൈദ്യശാസ്ത്ര സിദ്ധാന്തത്തിൻ്റെ 2001 മഹാത്മാഗാന്ധി സർവകലാശാലയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ ആയുർവേദ ലോബി അത് അട്ടിമറിച്ച് കൈ തന്നു. അപ്പോൾ ഒരു പുതിയ വൈദ്യശാസ്ത്ര സിദ്ധാന്തം അവതരിപ്പിക്കുക വെച്ചാൽ അത് എനിക്ക് വ്യക്തിപരമായിട്ട് നേട്ടമുള്ളതല്ല, രാഷ്ട്രത്തിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അത് തകർത്ത് തരിപ്പണമാക്കി ഇവർ കൈ തന്നു. ഇത് സർക്കാരിന് ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തു, ആടിനും പട്ടിയാക്കുന്ന കുറേ മറുപടികൾ കിട്ടി. ഇതാണ് സംഭവിച്ചത്. ഇവിടെ ഇപ്പോൾ പ്രമേഹത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ പ്രമേഹത്തിൻ്റെ എല്ലാ സിദ്ധാന്തങ്ങളും തിരുത്തിക്കുറിച്ച് ഇത് വളരെ ലളിതമായ ചികിത്സയിലൂടെ സുഖപ്പെടുത്താമെന്നുള്ള പുതിയ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചത് 2015-ലാണ്. ഇത് 2026-ആയി. 11 കൊല്ലം കഴിഞ്ഞു. ഇത് ജനങ്ങളിൽ എത്തിക്കാൻ ഒരു സംവിധാനം നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ പ്രമേഹ രോഗികളുടെ ദുരിതം നമുക്കൊക്കെ അറിയാം. ഈ ദുരിതങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല, കാരണം അത്രമാത്രം ലളിതമായി കൈകാര്യം ചെയ്യാവുന്ന അറിവുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് കിട്ടാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലില്ല. ഇത് ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ്. അപ്പോൾ ഈ ദാരിദ്ര്യം, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, ഇതൊന്നും ഇവിടെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നില്ല. എന്തൊക്കെയോ ഇതാണ് വികസനത്തിൻ്റെ ആദ്യ ഭാഗം വേണ്ടത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഈ അത്ര കോടിക്ക് സ്കൂൾ കെട്ടിടം പണിതു, ഇത്ര നിലയുള്ള കെട്ടിടം പണിതു എന്നൊക്കെ ഇവർ പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു പൈസയും മുടക്കണ്ട. ഈ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും ഒരു പൈസ പോലും നമ്മൾ മുടക്കേണ്ട കാര്യമില്ല. ഈ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടത് ഈ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പരിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് ഈ പഠിക്കുന്നവരോ സമൂഹത്തിനോ രാജ്യത്തിനോ ഒരു പ്രയോജനവുമില്ല. കാരണം ഉന്നത ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിക്കഴിഞ്ഞാൽ 2 കാര്യമാണ് അവർക്ക് ചെയ്യാവുന്നത്. ആദ്യം ഒന്ന് ഈ PSC കോച്ചിങ് സെൻറ്ററിൽ പോകുന്നു, 2 രാജ്യം വിടാൻ എന്താ വഴിയെന്ന് ആലോചിക്കുന്നു. അപ്പോൾ ഇവർ വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് അവർക്ക് പോലും പ്രയോജനമില്ല. അത് രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വികസനം ഉണ്ടാകുന്ന തരത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള തരത്തിലുള്ള ഇവരെ പ്രാപ്തരാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ ഉണ്ടാക്കണം. പക്ഷേ ഇതുവരെ സംഭവിച്ചില്ല. അതുപോലെ ആരോഗ്യ മേഖലയിലാണെങ്കിൽ വൈദ്യശാസ്ത്ര രംഗത്ത് വരുന്ന ഏറ്റവും പുതിയ അറിവുകൾ ഇവിടെ പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി, അതിനൊരു പൈസ മുടക്കണ്ട. അപ്പോൾ ചികിത്സ വളരെ ലളിതമാക്കാം, ചികിത്സയുടെ ചെലവുകൾ കുറയ്ക്കാം, ജനങ്ങൾക്ക് ആശ്വാസം കിട്ടും. പക്ഷേ നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സമത്വമാണ്. എല്ലാവരും സമന്മാരാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഒന്നിൻ്റെയും പേരിൽ നമ്മൾ അസമത്വം ഉണ്ടാകാൻ പാടില്ല. അതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. വിവരമോ വിദ്യാഭ്യാസമോ നല്ല ചിന്തകളോ ഇല്ലാത്ത അവർക്ക് പോലും ഇതിൽ നമുക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, ജനപ്രതിനിധിയാകാം, ചിലപ്പോൾ ഭരണാധികാരിയാകാം. അപ്പോൾ ഈ നല്ല ചിന്തകളില്ലാത്തവർ അധികാരത്തിൽ വന്നാൽ അവരുടെ വികലമായ ചിന്തകൾ അവർ പ്രാവർത്തികമാക്കും. അതാണ് ഇവിടെ സർവത്ര കലാപവും വിപ്ലവവും ഒരുപാട് ചിന്തകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഒരു പക്ഷേ വീഴ്ചകൾ വരാം, തെറ്റ് പറ്റാം. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ചുമതല. അല്ലാതെ ഉടനെ റോഡിൽ ജനങ്ങളെ ഇറക്കി കല്ലേറും ബഹളും സംഘർഷം ഉണ്ടാക്കലല്ല. ഈ ഭരണകൂടത്തിൻ്റെ വീഴ്ചകൾ, കുറവുകൾ, ഇതെല്ലാം ജനങ്ങളെ കൃത്യമായി അറിയിക്കുകയാണ്, ശരിയായ രീതിയിൽ അറിയിക്കുക. അതിന് നോട്ടീസ് അടിച്ച് ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെടാം, പൊതുയോഗങ്ങൾ നടത്താം, പത്രങ്ങൾ ഉപയോഗപ്പെടുത്താം, TV ചാനലുകൾ ഉപയോഗപ്പെടുത്താം. കലാപം ഉണ്ടാക്കിയിട്ട് പ്രതികരിക്കുന്നത് ഒട്ടും നല്ല നടപടിയല്ല. അതുപോലെ ഈ ഭരണകൂടങ്ങളെ തിരുത്താൻ സമ്മർദ്ദം ചെലുത്തുകയാണ്, നിങ്ങൾ ചെയ്ത് ശരിയല്ല, ഇങ്ങനെ ചെയ്യണമെന്നുള്ള. അപ്പം നല്ല രാഷ്ട്രീയത്തിൻ്റെ പാഠങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്.
പക്ഷേ നമുക്ക് ഈ നല്ല വൃത്തിയുള്ള രാഷ്ട്രീയം നമുക്കിവിടെ ഇല്ലാതായി പോയിരിക്കുന്ന ഒരു പരിധി വളരെ വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. ഏറ്റവും വലിയ പ്രത്യേകത ഇതിലുള്ളത് ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ 7 അയൽപക്കത്ത് പോലും പോകാത്തവരാണ് രാഷ്ട്രീയ പ്രവർത്തകരാകുന്നത് എന്നുള്ളത് അതൊരു വല്ലാത്ത പ്രശ്നമാണ്. അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചത് ഈ വിവരവും വിദ്യാഭ്യാസവും നല്ല ചിന്തകളും ഉള്ള ഒരുപാട് പേർ ഇത് നമുക്ക് പറ്റിയ തൊഴിലല്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായും ഈ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്, ഈ സ്ഥാനാർത്ഥികൾ ജനസമ്മതിയുള്ളവരാണെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കേണ്ട, ചുമരെഴുത്ത് വേണ്ട, ജനങ്ങളെ പോയി കാണണ്ട, നോട്ടീസ് പോലും അടിക്കേണ്ട, അവർ ജയിച്ചിരിക്കും. അതാണ് ജനസമ്മതിയുള്ള നേതാക്കൾക്ക് നോട്ടീസിൻ്റെ ആവശ്യം പോലുമില്ല, അവർ ജയിച്ചിരിക്കും. പക്ഷെ ഇവിടെ ആകെ ഒരു എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത്, ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ്. അതിനാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൃഗങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളാൽ നടത്തപ്പെടുന്ന മൃഗങ്ങളുടെ ഭരണമായി അധപ്പതിക്കരുത് എന്നാണ് പറയാനുള്ളത്.